ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണുയോഗയുടെ മൂന്നാമത്തെ ദിവസമാണ്. വിഷ്ണുയോഗയുടെ രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ പാഠമാണ്. ആദ്യത്തെ പാഠത്തിലെ ഭക്തി കർമ്മജ്ഞാനത്തെക്കുറിച്ചൊരു ചെറിയ ഇൻട്രഡക്ഷൻ തന്നിരുന്നു. ഇന്നലെ അതിലെ ആദ്യത്തെ ഭാഗമായ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇന്നും അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭഗവാനോടുള്ള പ്രേമമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോടുള്ള പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലും എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും സകല ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ഈശ്വരനില്ലാത്ത ഒരു വസ്തു പോലും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അവിടെ നിന്നില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല. നമ്മുടെ ഒരു മുടി കൊഴിയില്ല. അത് അവിടെ നിന്ന് അറിയാതെ ഒരു സംഭവം ഈ ലോകത്ത് നടക്കുന്നില്ല. നമുക്ക് ഭഗവാനെ അറിയാത്തതുകൊണ്ട് നമ്മൾക്ക് പല പല സംശയങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരുന്നതാണ്. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനുള്ള പ്രേരണ. ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഏകകോശമായ ഭ്രൂണത്തിൽ നിന്ന് ഏകദേശം 42 ലക്ഷം കോടി കോശങ്ങളുള്ള പൂർണ്ണ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചത് അവിടുന്നാണ്. അവിടുന്ന് നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവനും ഉണ്ട്. അതായത് മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ അവിടുന്ന് നമ്മളെ അനുഗമിക്കുന്നുണ്ട്. അതായത് വോമ്പ് ടു ടോംബ് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാന് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അവിടുന്നാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കർമ്മമീറ്ററുമായിട്ട് അവിടുന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കർമ്മങ്ങളെല്ലാം അപ്പോഴപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതനുസരിച്ച് അവിടുന്ന് നമുക്ക് ഫലങ്ങൾ തരുന്നുണ്ട്. പക്ഷെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും, ദുഷ്കർമ്മങ്ങളായാലും ശരി സത്കർമ്മങ്ങളായാലും ശരി, അതിനനുസരിച്ചുള്ള ഫലം തരുന്ന ഭഗവാനാണ്. പക്ഷേ ഈ ഭഗവാൻ എപ്പോഴും യോഗനിദ്രയിലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഈ ഭഗവാനെ ഉണർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഭക്തി വേണം. ആ ഭക്തി കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടാകുന്നു എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഭക്തി കൊണ്ട് നമുക്ക് ഏകദേശം 26 തരം പ്രയോജനങ്ങളുണ്ട്. അതിൽ ഇന്ന് 13 തരം പ്രയോജനങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. എന്നാൽ അതിനുള്ള സമയമേ നമുക്ക് കിട്ടാറുള്ളൂ. ആദ്യത്തെ നമ്പർ 1, ഭക്തി ഭയത്തെ ഇല്ലാതാക്കുന്നു. എല്ലാവിധ ഭയത്തെയും ഭക്തി ഇല്ലാതാക്കുന്നു. രണ്ടാമത്, ഭക്തി ഭഗവത് പ്രസാദത്തിന് കാരണം, അതായത് ഭഗവാന്റെ കൃപയ്ക്ക് കാരണമാകുന്നു. നമ്പർ 3, ഭക്തി ഭക്ഷണത്തെ പ്രസാദമാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭക്തിയോടുകൂടി കഴിച്ചുള്ളത് പ്രസാദത്തിന് തുല്യമാണ്. നമ്പർ 4, ഭക്തി ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാകുന്നു. കാരണം ഭക്തിയുള്ള വീട്ടിലെ വഴക്കുണ്ടാവില്ല, അവിടെ കുടുംബവഴക്കില്ല, അവർ സ്വസ്ഥതയുള്ളവരും ശാന്തിയുള്ളവരുമായി കഴിയുന്നു. നമ്പർ 5, ഭക്തി ക്ഷമയെ പ്രദാനം ചെയ്യുന്നു. അതായത് നമുക്ക് ഭക്തി കൊണ്ട് നമ്മൾ വളരെയധികം ക്ഷമയും സഹനവും ഉള്ളവരായി മാറും. നമ്പർ 6, ഭക്തി ഭഗവാനെ കണ്ടെത്താൻ സഹായിക്കും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നമ്പർ 7, ഭക്തി മരണഭയം ഇല്ലാതാകുന്നു. എല്ലാ മനുഷ്യനും ഉള്ളതാണ് മരണഭയം. അതായത് നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ട്. അത് കൃത്യമായിട്ട് രണ്ടും രേഖപ്പെടുത്തി തന്നെയാണ് ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് ആർക്കും രക്ഷയില്ല. ഏത് അവതാരമായാലും ശരി, ആരായാലും, ഏത് മഹാത്മാവായാലും എല്ലാവർക്കും മരണമുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. ഈ ലോകത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ്. അപ്പോൾ ആ മരണഭയം പോലും നമുക്ക് ഇല്ലാതാകുന്നു. നമ്പർ 8, ഭക്തി രോഗമുക്തി കാരണം. ഇന്ന് ലോകത്തുള്ള സകല മനുഷ്യനും ആദിയാണ്, അതായത് ടെൻഷനാണ്. അതിൽ നിന്ന് ഒരുപാട് വ്യാധികളും രോഗങ്ങളും ഉണ്ടാകുന്നു. ഇതിനെല്ലാം പരിഹാരമാണ് ഭക്തി. ഭക്തി കൊണ്ട് നമുക്ക് രോഗമുക്തി കിട്ടുന്നു. നമ്പർ 9, ഭക്തി ജീവൻ മുക്തി അഥവാ മോക്ഷത്തിന് അല്ലെങ്കിൽ നിർവ്വാണത്തിന് കാരണമാകുന്നു. നമുക്ക് മോക്ഷം, നിർവ്വാണം, സ്വർഗം, ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നത് ഇത് മരിച്ചു കഴിഞ്ഞല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാ ടെൻഷനും മാറി നമ്മൾ ഈ ഭവസാഗരത്തിന്, അതായത് ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുകളിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ച് വളരെ ശാന്തമായും സന്തോഷമായും ആനന്ദമായും കഴിയുന്ന ഒരവസ്ഥയാണ് ജീവൻ മുക്ത അവസ്ഥ. അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഭക്തി വേണം. നമ്പർ 10, ഭക്തി നമ്മെ സകല ചരാചരത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മളിപ്പോൾ എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് ബോധ്യമാവും. അപ്പോൾ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും. എന്നെപ്പോലെ തന്നെ എനിക്ക് ലോകത്തുള്ള സകല മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. അത് ഈ ഭക്തി കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന്. നമ്പർ 11, ഭക്തി നമ്മെ അഹിംസാബോധം ഉള്ളവരാക്കി മാറ്റും. മറ്റുള്ളവരെ കൊല്ലാനോ അവരുടെ മോഷ്ടിക്കാനോ അല്ലെ അവരെ ആവശ്യമില്ല ഉപദ്രവിക്കാനോ ഉള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവത്തില്ല. നമ്മൾ എല്ലാവരും സ്നേഹിക്കും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ നമ്മൾ വിടും. കാരണം നമ്മളെ ഒന്ന് കടിച്ചാൽ നമ്മൾ അതിനെ ഒന്ന് ഞെരടി കൊന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുന്ന ആ ഒരു സ്വഭാവമാണ് അഹിംസ. നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അഹിംസയാണ് പരമമായ ധർമ്മം. ആ ബോധം നമുക്കുണ്ടാവുന്നു. 12, ഭക്തി നമ്മെ സകല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. 13, ഭക്തി നമുക്ക് ശക്തി പ്രദാനം തരുന്നു. നമുക്ക് എപ്പോഴും നല്ല ആത്മബലമുള്ളവരായി, ആത്മശക്തി ഉള്ളവരായി നമ്മെ മാറ്റിയെടുക്കുന്നു. ഇതാണ് 13 കാര്യങ്ങൾ, ഭക്തി കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീ ഹരി വിഷ്ണു, ജയ് ഭൂമിദേവി.